ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടായിന് കേട്ടോ. എൻ്റെ ചെറിയ നാത്തൂൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് രാവിലെ തന്നെ ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ചായ കുടിയും പോലെ തന്നെ അടിച്ചു വാരലും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പെട്ടെന്ന് തന്നെ കുളിച്ച് മാറ്റി പോന്നൊക്കെയാണ് കേട്ടോ. രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ എത്തിയിട്ടാണ് കേട്ടോ. പോന്നപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ ഇവിടെ എത്തിയിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. വീടൊക്കെ കാണാൻ നല്ല രസമുണ്ടായിന് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് നല്ല പാകത്തൊരു വീട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. പിന്നെ കുറച്ച് നേരമൊക്കെ കടന്ന് എന്നിട്ട് എണീറ്റിട്ട് ആദ്യം തന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അമ്മക്കും അതേപോലെ തന്നെ നമ്മളെ മോളൂസിനൊക്കെ ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കാതെ പോയതല്ലേ, അവിടെ ഉച്ചയ്ക്ക് അവിടെ നിന്നല്ലേ കഴിച്ചത്. അപ്പം നമ്മളെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അപ്പം അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയണമല്ലേ. അതേപോലെ തന്നെ നമ്മളെ സന്തോഷത്തിൻ്റെ ആയാലും സങ്കടത്തിൻ്റെ ആയാലും താക്കോല് ആരെ കയ്യിലും കൊടുക്കാതെ നിൽക്കുക. കാരണം അവരെന്തെങ്കിലും പറയുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് സങ്കടം വരാനും അതേപോലെ തന്നെ നമ്മളെ മനസ്സും ശരീരവും ഒരുപോലെ തളരും ചെയ്യൂലേ. നമുക്ക് സങ്കടം എന്തെങ്കിലും വന്നാൽ നമ്മൾ സന്തോഷത്തിൻ്റെ താക്കോൽ ആരെയും കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറയുമ്പോഴത്തേന് നമുക്ക് സങ്കടം ആവണുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവർ ആ ഒരു പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കില്ലേ. നമുക്ക് എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് അവരതറിയില്ല. അവർക്കതൊരു ഒരു തമാശ പോലെ ആക്കാറില്ലേ. അപ്പോൾ നമ്മളെ അല്ലാതെ മറ്റൊരാളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അത്ര ഡീപ്പായിട്ട് സ്നേഹിക്കരുത്. കാരണം അവരെന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനോ അവരെന്തെങ്കിലും പറയുമ്പോഴത്തേനോ നമുക്ക് പെട്ടെന്ന് സങ്കടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ വേറെല്ലോലും എന്തെങ്കിലും പറയണ കേട്ട് നമ്മൾ സങ്കടപ്പെടാതെ നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുക. എന്ത് ചെയ്തിട്ടാണോ നമുക്ക് സന്തോഷം കിട്ടണത് അപ്പോൾ അത് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നമ്മളെ മനസ്സും അതേപോലെ തന്നെ ശരീരം ഒരേപോലെ ഉന്മേഷമുള്ളതാവുള്ളൂ അല്ലേ. ഞാൻ പറയണത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകണുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വലിയ മോട്ടിവേഷൻ സ്പീക്കറോ ഒന്നും അല്ല കേട്ടോ. അതേപോലെ തന്നെ ഞാൻ 100% പെർഫെക്റ്റും അല്ല. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയണത്. ഡീപ്പായിട്ട് ഓരോരുത്തരെ വിശ്വസിക്കും. പിന്നെ അവർ നമുക്ക് കൂടുതൽ സങ്കടം മാത്രമേ തരുന്നുള്ളൂ. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് പരിപ്പ് കറി ഉണ്ടായിന് കേട്ടോ ഫ്രിഡ്ജിൽ. അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണ മുട്ടയും അതേപോലെ തന്നെ കുറച്ച് പപ്പടവും പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും മോളൂസിനും വെറും ഉപ്പിട്ട് കണ്ടാണ് കേട്ടോ ഞങ്ങൾ മുട്ട പൊരിച്ചെടുക്കൽ. പിന്നെ അമ്മക്ക് ഉള്ളി അതേപോലെ തന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ടുകാണ്ടും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളെ മോളൂസ് ഇവിടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഓളാണ് മുട്ട ഉണ്ടാക്കണം, ഓളാണ് ഇളക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപ്പൊക്കെ ഓൾ ഇടുന്നുണ്ട് അതിൻ്റെ അടിയിൽ. അങ്ങനെ ഓളാണിഞ്ഞ് അയക്കൊഴിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിമ്മ കൈയ്യട്ടണ്ട ചൂടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഓൾ അതിൻ്റെ അടിയിൽ എന്തൊക്കെ തൊള്ളടങ്ങാതെ സംസാരിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇനി ഈ ഒരു നേരത്ത് എടുത്തുങ്ങാണ്ട് നന്നാക്കിയാണ്ട് മേത്തൊക്കെ മീനിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ആക്കണ്ടെന്ന് കരുതി ഇപ്പോൾ മീൻ നന്നാക്കണില്ല. ഇനി നാളെ രാവിലെ നന്നാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇതാ പപ്പടമൊക്കെ ആദ്യം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ചട്ടിയിൽ. എന്നിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ മുട്ടയും പൊരിച്ചെടുക്കാമെന്നാണ് കേട്ടോ കരുതണത്. അങ്ങനെ ഇതാ മുട്ട പൊരിക്കലും പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ അതിന് മോൾക്ക് കുറച്ച് ചൊളാണ്ടി ഉണ്ടാക്കിയെടുക്കുകയാണ്.
അതിന് ഈ നേരത്തൊക്കെ ഉറങ്ങാണ് കേട്ടോ. അങ്ങനെ എന്താ ചോളാണ്ടി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ചൂടാറാനൊക്കെ എടുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ കുക്ക് ചെയ്ത കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ കരുതി അതൊക്കെ ഒന്ന് കഴുകാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.